ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എജു ഒബവിയസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന BCom BBA സ്റ്റുഡൻസിൻ്റെ ഫോർത്ത് സെമസ്റ്ററിലെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതോടുകൂടി ED എന്ന സബ്ജക്റ്റിൻ്റെ എല്ലാവിധ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആകുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. ആദ്യമായി കൊണ്ട് എന്താണ് പ്രൊജക്റ്റ് എന്ന് പഠിക്കാം. എ പ്രൊജക്റ്റ് സിംപിളി റെഫേഴ്സ് ടു എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഈസ് ടു ബി എക്സ്പ്ലോയിറ്റഡ് ഫോർ പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്കും ഒരു അവസരത്തിനും പ്രൊജക്റ്റ് എന്ന് പറയും. എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഈസ് ടു ബി എക്സ്പ്ലോയിറ്റഡ് ഫോർ പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂഷണം ചെയ്യാറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾക്ക് പ്രൊജക്റ്റ് എന്നാണ് സിമ്പിളായിട്ട് പറയാം. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്, ന്യൂ സർവീസ്, ന്യൂ ഓർഗനൈസേഷൻ, ന്യൂ ബിസിനസ്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ ഈ പറയുന്നവയെ ഉൾപ്പെടും. ന്യൂ പ്രൊഡക്റ്റ് അഥവാ നമ്മൾ ഉൽപ്പാദിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ന്യൂ സർവീസ്, പ്രൊഡക്റ്റ് ആകുമ്പോൾ ഗുഡ്സ് ആയതുകൊണ്ട് ഇനി സർവീസാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതും ഈ പ്രൊജക്റ്റിനെ കീഴ്പ്പെട്ടതാണ്. അതുപോലെ തന്നെ ന്യൂ ഓർഗനൈസേഷൻ, നമ്മുടെ പുതിയ സംരംഭവും. അതുപോലെ തന്നെ ന്യൂ ബിസിനസ്. നെക്സ്റ്റ് എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പഠിക്കാം. പ്രൊജക്റ്റ് നമ്മൾ പഠിച്ചു. ഇനി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്താണ് എന്നാണ് സിമ്പിളായിക്കൊണ്ടതിൻ്റെ അർത്ഥത്തിൽ തന്നെ, ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഈ പ്രൊജക്റ്റിനെ എല്ലാം മാനേജ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് പ്ലാനിങ്. ഇതിൽ ഒന്നാമത്തത് പ്ലാനിങ് ആണ് മസ്റ്റായി വേണ്ടത്. നെക്സ്റ്റ് ഓർഗനൈസിങ്, ഇതെല്ലാം സംഘടിപ്പിക്കുക. നെക്സ്റ്റ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ്, അത് സെയിം മീനിങ് ആണ്. അതുപോലെ ഇതെല്ലാം കൺട്രോൾ ചെയ്യുക. ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എ പ്രൊജക്റ്റ്, ഈ പ്രൊജക്റ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും നിരീക്ഷിക്കുകയും അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുക. ആൻഡ് മോട്ടിവേറ്റിംഗ് ഓൾ ഇൻവോൾവ്ഡ് ടു അച്ചീവ് പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കുക. ഓഫ് സേഫ്റ്റി ആൻഡ് കംപ്ലീഷൻ വിത്തിൻ എ ഡെഫിനിറ്റ് ടൈം, കോസ്റ്റ് ആൻഡ് പെർഫോമൻസ്. അത് തന്നെ നിശ്ചിത ടൈമിൽ ഇത്ര കോസ്റ്റിൽ നമ്മൾ ഇത്ര പെർഫോമൻസ് ചെയ്യണം, നമ്മുടെ ഈ ബിസിനസ് ഇത്ര നേടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള തൊഴിലാളികളെ മോട്ടിവേഷൻ ചെയ്യലും ഈ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഭാഗമാണ്. ഇതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് പ്രൊജക്റ്റ് ഫോർമുലേഷനാണ്. എന്താണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ? പ്രൊജക്റ്റ് ഫോർമുലേഷൻ റിഫേഴ്സ് ടു എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു കൺവേർട്ട് ആൻ ഐഡിയ ഇൻ ടു എ ഫീസിബിൾ പ്ലാൻ ഓഫ് ആക്ഷൻ. പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഒരു ആശയത്തെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, അത് ആക്ഷനാക്കി തീർക്കാൻ വേണ്ടി, അത് നിലവിൽ വരുത്താൻ വേണ്ടിയിട്ട് എടുക്കേണ്ട സ്റ്റെപ്പുകളെയാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഫോർമുലേഷനിൽ ഏതൊക്കെ പ്രോസസ്സുകൾ ഉണ്ടാവും? പ്രോസസ് ഓഫ് എക്സാമിനിങ് ടെക്നിക്കൽ, ഇക്കണോമിക്, ഫിനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കൽ വശവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വശവും ഫിനാൻഷ്യലായിട്ടുള്ള വശവും കൊമേഴ്ഷ്യൽ വാണിജ്യമായിട്ടുള്ള വശവും അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്റ്റും, അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ആസ്പെക്റ്റുമെല്ലാം അത് പരിശോധിച്ചു കൊണ്ടുള്ള, അത് നിരീക്ഷിച്ചു കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ധാരാളം സ്റ്റെപ്പുകൾ അനിവാര്യമാണ് എന്ന്. എന്നാൽ നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. ഒരു പ്രൊജക്റ്റ് ഫോർമുലേഷൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ്ണ് ഫീസിബിലിറ്റി അനലൈസിസ് ആണ്. സെക്കൻഡ് ടെക്നോ ഇക്കണോമിക് അനലൈസിസ്. തേർഡ് നെറ്റ്വർക്ക് അനലൈസിസ്. ഫോർത്ത് ഇൻപുട്ട് അനലൈസിസ്. പിന്നെ ഫിനാൻഷ്യൽ അനലൈസിസ്. പിന്നെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ചർച്ച ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഫീസിബിലിറ്റി അനലൈസിസ്. അറ്റ് ദിസ് സ്റ്റേജ് ദി പ്രൊജക്റ്റ് ഐഡിയ ഈസ് എക്സാമിൻഡ് in the light of available internal and external constraints. ഫീസിബിലിറ്റി അനലൈസിസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഐഡിയ ഞാൻ പരിശോധിക്കുകയാണ്. ഇൻ ദി ലൈറ്റ് ഓഫ് അവൈലബിൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കോൺസ്ട്രെയിൻസ്. ഇപ്പോൾ നിലവിലുള്ള
ഇൻറ്റേർണൽ ആയിക്കൊണ്ടും എക്സ്റ്റേണൽ ആയിട്ടുമുള്ള പരിമിതികളെല്ലാം അതിൻ്റെ വെളിച്ചത്തിൽ ഏതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ബിസിനസ്സിന്, അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ലഭിച്ച ഈ ആശയം എത്രത്തോളം പ്രാവർത്തികമാക്കാം എന്ന് എക്സാമിൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഫീസിബിലിറ്റി അനലൈസിസ് എന്ന് പറയുന്നത്. അടുത്തത് ടെക്നോ ഇക്കണോമിക്കൽ അനലൈസിസ് ആണ്. ദിസ് ഈസ് കൺസേൺ വിത്ത് ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് ഡിമാൻഡ്, പൊട്ടൻഷ്യൽ ആൻഡ് സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ ടെക്നോളജി. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടെക്നോ ഇക്കണോമിക്കൽ അനലൈസിസ് ആണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കലായിക്കൊണ്ടും അതുപോലെ തന്നെ എക്കണോമിക്കലായിക്കൊണ്ടുള്ള ഒരു അനലൈസിസ് ആണ്. ഇത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് ഡിമാൻഡ് പൊട്ടൻഷ്യലാണ്, അഥവാ ഈ പ്രൊജക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ എന്നുള്ള ഒരു നിരീക്ഷണം. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമൽ ടെക്നോളജി, ഏറ്റവും ആപ്റ്റായ അനുയോജ്യമായിട്ടുള്ള ടെക്നോളജി ഈ ബിസിനസ്സിന് വേണ്ടി സെലക്ട് ചെയ്യലും ഈ ഒരു ടെക്നോ എക്കണോമിക്കൽ അനലൈസിസിൻ്റെ ഭാഗമാണ്. അടുത്തത് നെറ്റ്വർക്ക് അനലൈസിസ് ആണ്. ദി വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രൊജക്റ്റ് ആർ ഷോൺ ബൈ വേ സെർവ്സ് ആസ് എ ഫ്രെയിംവർക്ക് ഓഫ് ദി പ്രൊജക്റ്റ്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് അനലൈസിസ് ആണ്. ഈ ബിസിനസ്സിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നെറ്റ്വർക്കുകളും അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണിത്. അതുകൊണ്ടാണ് പറയുന്നത് ദി വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ആർ ഷോൺ ബൈ വേ സെർവ്സ് ആസ് എ ഫ്രെയിംവർക്ക് ഓഫ് ദി പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്രെയിംവർക്ക് ആയിക്കൊണ്ട് ഇവിടെ കാണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസുകളും അതിൻ്റെ ഒരു ശൃംഖല ആയിക്കൊണ്ട് അതിനെ പരിശോധിക്കുന്ന ഒരു സ്റ്റെപ്പാണ് നെറ്റ്വർക്ക് അനലൈസിസ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അഥവാ ഇൻപുട്ട് അനലൈസിസ്. ദിസ് ഈസ് ദി സ്റ്റേജ് ഓഫ് ഡിറ്റർമൈനിങ് ദി റിസോഴ്സ് റിക്വയർമെൻറ്റ് ഓഫ് ദി പ്രൊജക്റ്റ്. നമ്മുടെ ഈ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള എത്രത്തോളം സ്രോതസ്സുകൾ വേണം എന്ന് തീരുമാനിക്കുന്ന സ്റ്റേജാണ് ഇൻപുട്ട് അനലൈസിസ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആണ്, ഔട്ട്പുട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇൻപുട്ട് അനലൈസിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്തിരിക്കാം, അഥവാ നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള സ്രോതസ്സുകൾ എത്ര വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റേജാണ് ഇൻപുട്ട് അനലൈസിസ്. നെക്സ്റ്റ് ഫൈനാൻഷ്യൽ അനലൈസിസ് ആണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അനലൈസിസ് ആണ്. ഇത് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റ്സ് അബൌട്ട് ദി പ്രൊജക്റ്റ് കോസ്റ്റ്, റവന്യൂ ആൻഡ് ഫണ്ട് റിക്വയർഡ് ഫോർ ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് എത്ര വേണം, ഇതിൻ്റെ റവന്യൂ എത്രയായിരിക്കും, ഈ പ്രൊജക്റ്റിൻ്റെ ചിലവ് എത്രയാണ്, കോസ്റ്റ്, റവന്യൂ, ഫണ്ട്. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും റവന്യൂയും കോസ്റ്റും എത്ര ആവശ്യമുണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു അനലൈസിസാണ് ഫിനാൻഷ്യൽ അനലൈസിസ് എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ് ആണ്. ഇറ്റ് ഈസ് ഡൺ ഫ്രം ദി പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് സൊസൈറ്റി. അതായത് ഇത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ് ആണ്. ഇത് സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സൊസൈറ്റിയിൽ നിന്നാണ് ഇത് പരിശോധിക്കേണ്ടത്. ഈ ബിസിനസ് എത്രത്തോളം ബെനിഫിറ്റാണ് സൊസൈറ്റിക്ക് എന്നുള്ളൊരു അനലൈസിസ്. ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ടെക്നിക്കൽ അനലൈസിസ്. ടെക്നിക്കൽ അനലൈസിസ് ഈസ് ദി എക്സാമിനേഷൻ ഓഫ് ദി ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദി പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കൽ വശങ്ങളെ പരിശോധിക്കുന്ന ഒരു അനലൈസിസാണ് ടെക്നിക്കൽ അനലൈസിസ്. ദി ഒബ്ജക്റ്റ് ഓഫ് ടെക്നിക്കൽ അനലൈസിസ് ഈസ്, ഈ ഒരു ടെക്നിക്കൽ അനലൈസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു അസസ് ദി ടെക്നിക്കൽ സൗണ്ട്നെസ് ഓഫ് ദി പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിന് ടെക്നിക്കലായിക്കൊണ്ട് എത്രത്തോളം ഇതിന് പര്യാപ്തമാണ് എന്ന് നോക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. ദാറ്റ് മീൻസ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടെക്നിക്കൽ അനലൈസിസ് ഈസ് carried out to ascertain whether the project is technically sound and viable one. നമ്മുടെ മുമ്പിലുള്ള ഈ പ്രൊജക്റ്റ് ടെക്നിക്കലായിട്ട് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് നോക്കാനാണ് ടെക്നിക്കൽ അനലൈസിസ് കൊണ്ടുവരുന്നത്. ഇനി ആസ്പെക്ട്സ് ഓഫ് ടെക്നിക്കൽ അനലൈസിസ്. ടെക്നിക്കൽ അനലൈസിസിൻ്റെ വശങ്ങൾ ഏതെല്ലാം നോക്കാം. ഒന്ന്, മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്. ഇതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ടെക്നോളജി ഓർ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് വേണ്ട ടെക്നോളജികളെ പറ്റിയിട്ടുള്ള പോയിൻ്റ്. നെക്സ്റ്റ്, പ്ലാന്റ് കപ്പാസിറ്റി. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൻ്റെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നിർണ്ണയിക്കുക. നെക്സ്റ്റ്, ലൊക്കേഷന്, സൈറ്റ്, സൈസ് ഓഫ് ദി പ്ലാന്റ്, പ്രൊഡക്റ്റ് മിക്സ്, ഫാക്ടറി ഡിസൈൻ, അതുപോലെ തന്നെ പ്ലാന്റ് ലേ ഔട്ട്, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ പോയിൻ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്. മെറ്റീരിയൽ ഇൻപുട്സ് ആർ റിക്വയർഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഉൽപ്പാദനത്തിന് വേണ്ട ഏറ്റവും റിക്വയർഡായ അത്യാവശ്യമുള്ള ഘടകമാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്, അഥവാ റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിലുള്ളൂ ഗുഡ്സും സർവീസും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. ഹെൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അസസ് ദി അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ്, ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്. അതുകൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ദി അവൈലബിലിറ്റി, ഫെസിലിറ്റീസ്, സർവീസസ് ആൻഡ് അതർ റിസോഴ്സസ് റിക്വയർഡ് ഫോർ എ പ്രൊജക്ട് ഡ്യൂറിങ് എക്സിക്യൂഷൻ പീരിയഡ് ആൻഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ സ്റ്റേജ് ഫ്രം മാനുഫാക്ചറിങ് ടിൽ മാർക്കറ്റിംഗ് ഷുഡ് ബി കൺസിഡേർഡ്. അഥവാ നമുക്ക് വേണ്ട ഈ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ ഈ റിസോഴ്സുകൾ എത്രത്തോളം വേണമെന്ന് നമ്മുടെ എല്ലാ സ്റ്റെപ്പിലും നാം പരിശോധിക്കേണ്ടതുണ്ട്. തുടക്കത്തെ ഓപ്പറേഷൻ സ്റ്റേജ് മുതൽ നാം ഇത് മാർക്കറ്റിലേക്ക് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ സെയിൽസ് ചെയ്യാൻ പോകുന്ന സമയം വരെ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി വേണം. അടുത്തത് ടെക്നോളജിയാണ്. ടെക്നോളജി മീൻസ് ദി സ്കിൽ റിക്വയർഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ട സ്കില്ലിനെയാണ് ഇവിടെ ടെക്നോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓർ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് എന്നും പറയാം. അഥവാ ഇത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചോയ്സസ് ഓഫ് എ ടെക്നോളജി. ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ഏത് ടെക്നോളജി നമുക്ക് സ്വീകരിക്കാം, എന്നാൽ ഏത് ടെക്നോളജി ആയാലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തത് പ്ലാന്റ് കപ്പാസിറ്റിയാണ്. അഥവാ ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് വേണം അതിന് വേണ്ട ടെക്നോളജി സെലക്ട് ചെയ്യാൻ. അടുത്തത് ഇൻപുട്സ് ആണ്, റോ മെറ്റീരിയൽസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, യൂസ് ബൈ അതർ യൂണിറ്റ്, ഇനി വേറെ വല്ല യൂണിറ്റും ഇത് യൂസ് ചെയ്യുന്നുണ്ടോ. അടുത്തത് പ്രൊഡക്റ്റ് മിക്സാണ്, പിന്നെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ആണ്, പിന്നെ കോസ്റ്റ്, ചിലവും നോക്കണം. ഫസ്റ്റ് വേണം നോക്കാം പ്ലാന്റ് കപ്പാസിറ്റി. പ്ലാന്റ് കപ്പാസിറ്റി റെഫേഴ്സ് ടു വോളിയം ഓർ നമ്പർ ഓഫ് യൂണിറ്റ്സ് that can be manufactured or produced during a given period of time. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രത്തോളം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കപ്പാസിറ്റിയാണ് പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോളിയം എന്ന് പറയാം, നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയാം. എത്രത്തോളം പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വോളിയം, ആ ഒരു കണക്കിനെയാണ് പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാന്റ് കപ്പാസിറ്റി. ഈ ഒരു പ്ലാന്റ് കപ്പാസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം, ഘടകങ്ങൾ ഏതെല്ലാം. ഒന്നാമതായിക്കൊണ്ട് ടെക്നോളജി റിക്വയർമെൻറ്റ്, നമുക്ക് വേണ്ട ടെക്നോളജി ഇതിനെ ബാധിക്കും. അടുത്തത് ഇൻപുട്ട് കോൺസ്ട്രെയിൻസ് ആണ്, നമ്മുടെ റോ മെറ്റീരിയൽസ് എത്രത്തോളം അവൈലബിൾ ആണ്, അതിന് എത്രത്തോളം പരിധിയുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നോക്കാം. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്, നെക്സ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ, റിസോഴ്സസ് ഓഫ് ദി ഫേം, ഗവൺമെൻറ് പോളിസി. ഈ എല്ലാ ഫാക്ടേഴ്സും ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അടുത്തത് പ്ലാന്റ് ലൊക്കേഷനാണ്. ലൊക്കേഷൻ റെഫേഴ്സ് ടു ഫെയർലി എ ബ്രോഡ് ഏരിയ വെർ ദി എൻ്റർപ്രൈസ് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ് ലൈക്ക് സിറ്റി, ഇൻഡസ്ട്രിയൽ സോൺ. അഥവാ നമ്മുടെ ഈ ലൊക്കേഷൻ നോക്കണം, നമ്മുടെ ഈ ബിസിനസ് പ്ലാൻ്റെ ലൊക്കേഷന് ഒരു സിറ്റി ആണോ അതോ ഇൻഡസ്ട്രിയൽ സോണിലാണോ, എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ, സൈറ്റ് എവിടെയാണ് നോക്കേണ്ടതാണ് പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പോയിൻ്റ് ഉണ്ട്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്ലാന്റ് ലൊക്കേഷൻ. ഈ പ്ലാന്റ് ലൊക്കേഷനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഒന്ന് പ്രോക്സിമിറ്റി ടു റോ മെറ്റീരിയൽസ് ആണ്. അത് നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭിക്കേണ്ട ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് നിയർനെസ് ടു മാർക്കറ്റ്സ്, അതുപോലെ തന്നെ മാർക്കറ്റുകളുടെ അടുത്തായിരിക്കണം നമ്മുടെ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റോ മെറ്റീരിയൽസും ബാക്കിയിട്ടുള്ള അതിന് വേണ്ട എല്ലാവിധ പ്രൊഡക്റ്റിന് വേണ്ട എല്ലാവിധ സൗകര്യം ലഭിക്കുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കണം നമ്മുടെ പ്ലാന്റിൻ്റെ. അടുത്തത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണ്. അഥവാ നമ്മുടെ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്ത് പോകാനും അതുപോലെ തന്നെ വെയർ ഹൗസസ് മാറ്റാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇതിനുമുള്ള ഗതാഗത സൗകര്യമുള്ള ഒരു സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസലാണ്. അഥവാ നമ്മുടെ ബിസിനസ്സിന് വരുന്ന ഇലക്ട്രോണിക്കലായിട്ടുള്ള വേസ്റ്റ് ആകട്ടെ അല്ലെങ്കിൽ സാധാ വേസ്റ്റ് ആകട്ടെ, അതെല്ലാം ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്ന വേസ്റ്റ് എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് അത് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. അടുത്തത് ലേബർ അവൈലബിലിറ്റിയാണ്. നമ്മുടെ ബിസിനസ്സിന് വേണ്ട തൊഴിലാളികളെ ലഭിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. നെക്സ്റ്റ് ഗവൺമെൻറ് പോളിസി അനുസരിച്ചിരിക്കണം. ക്ലൈമറ്റ് കണ്ടീഷൻ എല്ലാം നോക്കിയിട്ടാണ് നല്ലൊരു പ്ലാന്റ് ലൊക്കേഷൻ നാം സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി പറയാനുള്ളതാണ് എൻവയോൺമെൻറ്റൽ കോൺസിഡറേഷനാണ്. അഥവാ നമ്മുടെ ഈ പ്ലാന്റ് വളരെയധികം എൻവയോൺമെൻറ്റ് ഫ്രീ ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരുന്ന രൂപത്തിലാകരുത് നമ്മുടെ പ്ലാന്റ്. നെക്സ്റ്റ് സൈറ്റ് ഓഫ് ദി പ്ലാന്റ് ആണ്. നമ്മുടെ ഈ പ്ലാന്റ് എത്രത്തോളം സൈറ്റ്
സൈറ്റ് നിശ്ചയിക്കുകയാണ്. അഥവാ സൈറ്റ് റിഫേഴ്സ് ടു എ സ്പെസിഫിക് പീസ് ഓഫ് ലാൻഡ് വെർ ദി പ്രൊജക്റ്റ് വുഡ് ബി സെറ്റപ്പ്. നമ്മുടെ പ്രൊജക്റ്റ് എവിടെയാണോ ഇത് ലൊക്കേഷൻ എവിടെയാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു സ്പെസിഫിക് ഒരു പ്ലേസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ബിസിനസ് എൻ്റർപ്രൈസ് എവിടെയാണ് നിലകൊള്ളുന്നത് എന്നുള്ള ആ സൈറ്റിനെയാണ് സൈറ്റ് ഓഫ് ദി പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് സൈറ്റ്. ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തും അതിന് ധാരാളം ഘടകങ്ങൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. ഒന്ന്, സ്റ്റാബിലിറ്റി ആൻഡ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി. നമ്മുടെ ഈ ബിസിനസ്സിന് വേണ്ട ലോഡുകൾ വഹിച്ചു കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കണം ഈ ഒരു ലൊക്കേഷന്. നെക്സ്റ്റ്, ലെവൽ ഓഫ് ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ലാൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, ഡ്രൈനേജ് ഫെസിലിറ്റികൾ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി, വൈദ്യുതികളൊക്കെ ലഭിക്കുന്ന വളരെയധികം ഫെസിലിറ്റികളുള്ള സ്ഥലമാണോ സൈറ്റ് എന്ന് നോക്കണം. നെക്സ്റ്റ്, പോസ്റ്റേജ് ഫെസിലിറ്റികളാണ്. നമ്മുടെ പോസ്റ്റിലായിക്കൊണ്ട് നമ്മുടെ ലെറ്റേഴ്സ് കൈമാറാനും അതുപോലെ തന്നെ ഡംപിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് പറഞ്ഞു, ലോക്കൽ റേറ്റ്സ് ആൻഡ് ടാക്സ്, റിപ്പയർ ഫെസിലിറ്റീസ് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള അവൈലബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ സൈറ്റ് നിശ്ചയിക്കേണ്ടത്. നെക്സ്റ്റ്, സൈസ് ഓഫ് ദി പ്ലാന്റ്. നമ്മുടെ ഈ പ്ലാന്റിൻ്റെ സൈസ് എത്രയാണെന്ന് നോക്കലാണ്. ദി എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എ പ്രൊജക്റ്റ് ആർ വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈസ്. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നോക്കിയിട്ടാണ് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലാഭം അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ലഭിക്കുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈസ് ഓഫ് ദി പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ സൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാം നോക്കാം. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. അസംസ്കൃത വസ്തുക്കളുടെ അവൈലബിലിറ്റിയാണ് ഒന്നാമതായി നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ്, ടെക്നോളജിയാണ്. നെക്സ്റ്റ്, സൈസ് ഓഫ് ദി മാർക്കറ്റ്, സൈസ് ഓഫ് ദി പ്ലാന്റ് ആൻഡ് മെഷീനറി, ലൊക്കേഷന്, പ്രൊഡക്റ്റ് മിക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവയെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നോക്കേണ്ടത്. അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, അഥവാ പ്രൊഡക്റ്റ് മിക്സ്. എന്താണ് പ്രൊഡക്റ്റ് മിക്സ്? പ്രൊഡക്റ്റ് മിക്സ് ഈസ് ഓർ പ്രൊഡക്റ്റ് റേഞ്ച് എന്ന് പറയും. ഈസ് ഡിസൈഡഡ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് റിക്വയർമെൻറ്റ്സ്. മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ മിക്സ് അഥവാ പ്രൊഡക്റ്റിൻ്റെ റേഞ്ച് നമ്മൾ നിശ്ചയിക്കേണ്ടത്. പ്രൊഡക്റ്റ് മിക്സ് റെഫേഴ്സ് ടു ദി സെറ്റ് ഓഫ് ഓൾ ദി പ്രൊഡക്ട്സ് ഓഫേർഡ് ബൈ എ ഫേം ഫോർ സെയിൽ. നമ്മുടെ കമ്പനി സെയിൽ ചെയ്യാൻ വേണ്ടി, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന മൊത്തം പ്രൊഡക്റ്റിൻ്റെ സെറ്റിനെയാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. വളരെയധികം എക്സാമിന് പ്രയോജനപ്പെടുന്ന ഒരു പോർഷനാണ് CPM അഥവാ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇതെല്ലാം നെറ്റ്വർക്ക് അനലൈസിസിൻ്റെ ഒരു മെത്തേഡാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് CPM. അപ്പോൾ എക്സാമിന് CPMൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ആ സമയത്ത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് ഓർത്ത് വെക്കുക. അത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് സിമ്പിളായിക്കൊണ്ട് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ടെക്നിക് ഇൻവോൾവിംഗ് ദി പ്രിപ്പറേഷൻ ഓഫ് ദി നെറ്റ്വർക്ക് ഇൻ ദി ഫോം ഓഫ് എറോ ഡയഗ്രാം ആൻഡ് ഇറ്റ്സ് അനലൈസിസ് ടു ഐഡൻറ്റിഫൈ ദി ക്രിട്ടിക്കൽ പാത്ത്സ്. ഫസ്റ്റ് എഴുതേണ്ടത് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ടെക്നിക്ക് അഥവാ CPM എന്നുള്ളത് നെറ്റ്വർക്ക് അനലൈസിസിൻ്റെ ഒരു ടെക്നിക്കാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ടെക്നിക്കാണ്. ഇൻവോൾവിങ്, ഇതിൽ ഉൾക്കൊള്ളുന്നത് ദി പ്രിപ്പറേഷൻ ഓഫ് ദി നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്കിൻ്റെ പ്രിപ്പയർ ചെയ്യലാണ് ഇൻ ദി ഫോം ഓഫ് ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാമിൻ്റെ രൂപത്തിൽ ഈ നെറ്റ്വർക്കിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് CPM എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് അനലൈസിസ് ടു ഐഡൻറ്റിഫൈ ദി ക്രിട്ടിക്കൽ പാത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് തിരഞ്ഞെടുക്കാനും അതുപോലെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഉള്ള ഒരു ടെക്നിക്കാണ് CPM എന്ന് നിങ്ങൾ എക്സാമിന് എഴുതണം. അടുത്തത് ടേംസ് റിലേറ്റഡ് വിത്ത് CPM കൊണ്ട് ബന്ധപ്പെട്ടുള്ള CPMമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ടേമുകളുണ്ട്, അത് നോക്കാം. ഫസ്റ്റ്, ക്രിട്ടിക്കൽ പാത്താണ്. ഇറ്റ് ഈസ് ദി ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദി നെറ്റ്വർക്ക്. ഈ ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും വലിയ പാത്തിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ദീസ് ആർ ദി ആക്ടിവിറ്റീസ് ലൈങ് ഓൺ ദി ക്രിട്ടിക്കൽ പാത്ത്. ഈ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു, അതിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. അടുത്തത് പ്രൊസീഡിംഗ് ആക്ടിവിറ്റിയാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദി സ്റ്റാർട്ട് ഓഫ് അനദർ ആക്ടിവിറ്റി ആർ കാൾഡ് പ്രൊസീഡിംഗ് ആക്ടിവിറ്റി. അടുത്ത ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട, കംപ്ലീറ്റ് ആക്കേണ്ട ഒരു ആക്ടിവിറ്റീസിനാണ് പ്രൊസീഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് സക്സീഡിംഗ് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റീസ് ദാറ്റ് കനോട്ട് ബി സ്റ്റാർട്ടഡ് അണ്ടിൽ വൺ ഓർ മോർ ഓഫ് ദി ആക്ടിവിറ്റീസ് ആർ കംപ്ലീറ്റഡ് ആർ കാൾഡ് സക്സീഡിംഗ് ആക്ടിവിറ്റി. മുമ്പുള്ള ഒരു ആക്ടിവിറ്റിയോ അഥവാ അല്ലെങ്കിൽ ധാരാളം ആക്ടിവിറ്റിയോ ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന് ശേഷമാണ് ഇത് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റിക്കാണ് സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊസീഡിങ്ങും അതുപോലെ തന്നെ സക്സീഡിങ് ജസ്റ്റ് പാരഡോക്സ് ആണ്, ഓപ്പോസിറ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അഥവാ പ്രൊസീഡ് എന്ന് പറയുമ്പോൾ മുമ്പേ ചെയ്ത് തീർക്കേണ്ട ആക്ടിവിറ്റികളാണ്. സക്സീഡ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൺകറൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് which can be accomplished concurrently or simultaneously are known as concurrent activities. ഇതെന്താ വെച്ചാൽ ആക്ടിവിറ്റികൾ
സ്വയം ഒരു സമയത്ത് തന്നെ ഈ സാഹചര്യത്തിൽ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിനാണ് കൺകറൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് EST അഥവാ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇറ്റ് ഈസ് ദി ഏർലിയസ്റ്റ് ടൈം ആൻ ആക്ടിവിറ്റി ക്യാൻ ബിഗിൻ. ഒരു പ്രവർത്തനം ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ടൈമിനാണ് EST എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LST ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ദി എസ്റ്റിമേറ്റഡ് ടൈം ഫോർ ദി ആക്ടിവിറ്റി. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിനിഷ് ടൈമിൻ്റെ ഒരു ഡിഫറൻസിനെയാണ് LST എന്ന് പറയുന്നത്. നെക്സ്റ്റ് EFT ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. EST പ്ലസ് ആക്ടിവിറ്റി ടൈം ഡ്യൂറേഷൻ അഥവാ EST മുമ്പ് പറഞ്ഞു ഏർലി ചെയ്യേണ്ട ടൈം, അത് പ്ലസ് ആക്ടിവിറ്റി ടൈം ഡ്യൂറേഷനാണ് EFT എന്ന് പറയുന്നത്. നെക്സ്റ്റ് LFT ആണ് അഥവാ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇറ്റ് ഈസ് ദി ലേറ്റസ്റ്റ് പോസിബിൾ ടൈം ആൻഡ് ആക്ടിവിറ്റി ക്യാൻ ഫിനിഷ് വിത്തൗട്ട് ഡിലേയിങ് ദി പ്രൊജക്റ്റിന് ഒരു ഡിലേ വരുത്താതെ അതിനെ വൈകിപ്പിക്കാതെ എത്രത്തോളം നമുക്ക് പോസിബിൾ ആയിക്കൊണ്ട് ടൈം വെച്ചുകൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്നാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് CPM മറ്റൊരു ടൈമാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്ലോട്ട് മീൻസ് എമൗണ്ട് ഓഫ് എക്സസ് ഓർ സ്പെയർ ടൈം അപ് ടു വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലൈഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദി പ്രൊജക്റ്റ്. ഇത് പ്രൊജക്റ്റിനെ ബാധിക്കാതെ എത്ര ടൈമാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തെടുക്കാൻ എടുക്കുന്നത് എന്നുള്ള ടൈമാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഫ്ലോട്ട് മേ ബി 2 ടൈപ്പ്, ഫ്രീ ഫ്ലോട്ട് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. നെക്സ്റ്റ് പെർട്ടാണ് അഥവാ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ടെക്നിക് ഓഫ് ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ദി പ്രൊജക്റ്റ് വേർ ആക്ടിവിറ്റി ടൈംസ് കനോട്ട് ബി പ്രീസിയസ്ലി എസ്റ്റിമേറ്റഡ്. ഒരു ആക്ടിവിറ്റിയുടെ ടൈം ഞാൻ മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റാത്ത ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ആ പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് പെർട്ട് അഥവാ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി പെർട്ടിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേം പഠിക്കാം. ഫസ്റ്റ് ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ഇൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ്. ഒരു ആക്ടിവിറ്റി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കുറഞ്ഞ ടൈമിനാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പെസിമിസ്റ്റിക് ടൈമാണ്. ഇത് മാക്സിമം പോസിബിൾ ടൈം ഇൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ്. ഇത് ഒരു ആക്ടിവിറ്റി ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം ടൈമാണ്. ഒപ്റ്റിമിസം പെസിമിസം എന്ന വാക്കർത്ത് നോക്കുമ്പോൾ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസവും പെസിമിസം അതിൻ്റെ നേരെ ഓപ്പോസിറ്റുമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ചെയ്തെടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ മിനിമം ടൈമാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. എന്നാൽ ഒരു ആക്ടിവിറ്റി ചെയ്തെടുക്കാനുള്ള മാക്സിമം ടൈമാണ് പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോസ്റ്റ് ലൈക്ക്ലി ടൈമാണ്. ഇത് നോർമൽ ടൈം ആൻഡ് ആക്ടിവിറ്റി വുഡ് ടേക്ക്. ഒരു ആക്ടിവിറ്റി ചെയ്തെടുക്കേണ്ട ഒരു നോർമൽ ടൈമിനെയാണ് മോസ്റ്റ് ലൈക്ക്ലി ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലാക്കാണ്. ഇറ്റ് ഈസ് സിമിലർ ടു ഫ്ലോട്ട്. ഞാൻ CPM പറഞ്ഞ ഫ്ലോട്ടിനോട് സിമിലർ ആയിട്ടുള്ള ടേമാണ് സ്ലാക്ക് എന്ന് പറയുന്നത്. ബട്ട് അസോസിയേറ്റ് വിത്ത് ദി ഈവൻറ്റ് ആൻഡ് യൂസർ പെർട്ട്. അതായത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക, ഫ്ലോട്ട് എന്ന് പറയുന്നത് CPMമായി ബന്ധപ്പെട്ടതാണ്, എന്നാൽ സ്ലാക്ക് എന്ന് പറയുന്നത് പെർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് CPM അതുപോലെ തന്നെ പെർട്ടിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ പഠിക്കേണ്ടത്. ഇത് എക്സാമിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് പഠിക്കുക. നെക്സ്റ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള. കേരളത്തിലെ ബിസിനസ് അവസരങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ ധാരാളം ബിസിനസ്സിൻ്റെ അവസരങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകിച്ചിട്ടുള്ള 6 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിക്കൊണ്ട് ദി കേരള അഡ്വാൻറ്റേജ്. നമ്മുടെ കേരളത്തിന് ബാക്കിയുള്ള സ്റ്റേറ്റിനേക്കാൾ ധാരാളം പ്രത്യേകതകളുണ്ട്. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് കൊണ്ടുള്ള ഒരു മണ്ണാണ് കേരളത്തിലെ മണ്ണ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. നെക്സ്റ്റ് നിങ്ങൾക്ക് എഴുതാം ഹൈ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അഥവാ നമ്മുടെ ഈ കേരളത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ ഏറ്റവും വലിയ റിസോഴ്സ്, അഥവാ തൊഴിലാളികൾ. അത് കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് കേരള എന്ന് പറയുന്നത്. അത് കൂടുതലെന്ന് മാത്രമല്ല ക്വാളിറ്റിയുമുണ്ട്. നെക്സ്റ്റ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. നമ്മുടെ കേരള മോഡൽ എന്ന് പറയാറുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വികസനങ്ങൾ നോക്കുമ്പോൾ വളരെയധികം മുന്നോട്ടാണ് കേരളം. അതും ബിസിനസ്സിന് വളരെയധികം സഹായകമാകുന്ന ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് ട്രഡീഷണൽ ഏരിയാസ് ഓഫ് സ്ട്രെങ്ത്ത്. കേരളത്തിൻ്റെ ഒരു പൈതൃകമുണ്ട്, ട്രഡീഷൻ ഉണ്ട്. അതും കേരളത്തിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം മികച്ചതാണ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റാണ്. നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റാണ് ഉള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ വളരെയധികം കൂടുതലാണ്. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, Government of Kerala formulated a scheme to set up Entrepreneurship Development Club
in school and colleges of the state to inculcate entrepreneurship culture amongst youth and equip them with the skills, techniques and confidence to act as torchbearers of enterprise for the new generation. പുതുതലമുറക്ക് അവരുടെ കോളേജുകളിലും സ്കൂളുകളിലും ക്ലബ്ബ് എന്നുള്ള എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്ബ് രൂപീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേരള സർക്കാരാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പുതുതലമുറക്ക് ഒരു സംരംഭകരാകാനുള്ള എല്ലാവിധ വഴിയും ഒരുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് വെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിത്ത് അൺലിമിറ്റഡ് നാച്ചുറൽ ആൻഡ് ഇമ്മെൻസ് ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ ഓഫ് കേരള ബൈ ഡെവലപ്പിംഗ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ദി യൂത്ത്. അഥവാ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ എങ്ങനെയാണ് ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രൂപത്തിൽ, അതുപോലെ തന്നെ ധാരാളം തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ വെൽത്തും ലാഭിക്കാൻ പറ്റും, അത് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ഒരു മിഷനാണ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്സ് എന്നുകൊണ്ടുള്ള ഈ സ്കീം കൊണ്ട് കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് യുവാക്കൾക്കിടയിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ സ്കില്ലിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റുമായി കൊണ്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദി വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.